അടുത്ത് തന്നെ താമസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം അവിടെ അല്ല. അപ്പം എനിക്ക് ഇവരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട്. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ വിളിച്ചത്. നിങ്ങൾ ഈ ആരും വിചാരിക്കുന്ന പോലെ ഒരു സ്ത്രീയൊന്നും അല്ല അവരുടെ സ്വന്തം ഭർത്താവിനെ ഇവർക്ക് ഫസ്റ്റ് പിന്നെ ഈ അനാഥാലയങ്ങളിൽ പിരിവ് നടത്തി എടുക്കുന്ന പിരിച്ചു പൈസ കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു ഈ പറഞ്ഞ അമ്പിളിക്കും ഇവരുടെ സഹോദരി ചേച്ചി മല്ലികയ്ക്കും. അപ്പൊ ഗിരിജയുടെ പേരാണ് അമ്പിളി. അമ്പിളി എന്ന് പറഞ്ഞാൽ അറിയും. അപ്പൊ ഇവർക്ക് ഈ അനാഥാലയത്തിൽ പൈസ പിരിച്ചു കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു. പേര് മല്ലിക എന്നാണ്. അപ്പൊ ഈ സ്ത്രീകൾ ഈ ഒരു ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ അമ്പിളി എന്ന് പറഞ്ഞ ഈ സ്ത്രീയെ ഒരു അനിൽ എന്ന് പറഞ്ഞ ചേട്ടൻ വിവാഹം കഴിക്കുകയും ഇവര് തമ്മിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോയി 2 മക്കളും ജനിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ സ്ത്രീ ഈ ഫീൽഡിൽ ഇറങ്ങിയതിന് ശേഷം ഈ അനിലേട്ടനുമായിട്ട് എന്നും വഴക്കാണ്. എന്നുവെച്ചാൽ ഇവർക്ക് വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നും വഴക്കാണ്. അങ്ങനെ ഒരു ദിവസം ഈ അനിലേട്ടൻ ഈ സ്ത്രീയെയും ഇവരുടെ കാമുകനെയും ഒരു ഓട്ടോയിൽ വെച്ചിട്ട് പിടികൂടി. ഓട്ടോയിൽ വെച്ച് പിടികൂടി വലിയ വഴക്കായി ബഹളമായി. ഇവരുടെ കാമുകൻ ആ അനിലേട്ടനെ അവിടെ ഇട്ട് കുത്തിക്കൊന്നു. പത്തനാപുരത്തിട്ട് കുത്തിക്കൊന്നു. ഞങ്ങൾ ആ പത്തനാപുരംകാര് തന്നെയാണ്. അവിടെ ഇട്ട് കുത്തിക്കൊന്നു. അവിടെ ഇട്ട് ഒരു കടയുടെ ഫ്രണ്ടിലിട്ട് കുത്തി. അപ്പൊ തന്നെ ആ ചേട്ടൻ മരിച്ചു. അതിനുശേഷം ഇവര് ഈ പല വൃത്തികേടുകളും കാണിച്ചിട്ടാണ് ഈ സ്ത്രീ പിന്നീട് സ്വന്തമായിട്ട് ഒരു അനാഥാലയം തുടങ്ങിയത്. അന്ന് തൊട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. അത്രയ്ക്ക് വൃത്തികേട് ഈ സ്ത്രീ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം സ്വന്തം ഭർത്താവിനെ കുത്തിക്കൊല്ലിച്ചതെന്ന് തന്നെ പറയാം സത്യം പറഞ്ഞാല്. അന്നൊക്കെ ഞങ്ങള് ചെറുപ്പമാണ്, കൊച്ചു പിള്ളേരാണ്, 10-12 വയസ്സേ ഉള്ളൂ. അതിനുശേഷം ഇവര് അനാഥാലയം തുടങ്ങിയതിനു ശേഷം ഈ ഞങ്ങളുടെ ഒക്കെ വീട്ടിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു പയ്യനുണ്ടായിരുന്നു. അവന് അന്ന് ആ ടൈമിൽ 2010 ആ ഒരു ടൈമിലാണേ. അപ്പൊ ആ പയ്യന് 19 വയസ്സേ ഉള്ളൂ. ഞങ്ങളുടെ അപ്പൊ എനിക്ക് പിന്നീട് കുറച്ചു നാള് ഒരു 19 വയസ്സൊക്കെ ആയി. എനിക്കും ആ പയ്യന്റെ അത്രയും പ്രായമായി. അപ്പോ ഈ 19 വയസ്സുള്ള പയ്യൻ ഈ സ്ത്രീയായിട്ട് അവിഹിത ബന്ധം ഉണ്ടായിരുന്നു. മീൻസ് ഇവരുമായിട്ട് എല്ലാം രീതിയിലുള്ള ബന്ധം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊക്കെ അറിയാം. അപ്പൊ ഇവര് പെട്ടെന്ന് ഇവരിൽ നിന്ന് അകന്നപ്പോ ഇവന് ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെ ആയി. അപ്പൊ ഇവന്റെ വെറുതെ ആയിട്ടുള്ള വീഡിയോ കാണിച്ചിട്ട് ഈ സ്ത്രീ പറഞ്ഞു, ഇനി എന്നെ ശല്യം ചെയ്താ ഞാൻ ഇത് നാട്ടിൽ മൊത്തം കാണിക്കും എന്നൊക്കെ പറഞ്ഞപ്പോ ഇവന് അകന്നു പോയാല് വലിയ സങ്കടമായി. അവൻ കയറി തൂങ്ങി മരിച്ചു. അങ്ങനെ ഇവന്റെ ഫോൺ ചെക്ക് ചെയ്തപ്പോ ഈ അമ്പിളിയുടെ അല്ലെങ്കിൽ ഞാൻ അഡ്രസ് വരാൻ പോയി തിരക്കി നോക്കിക്കോ. അല്ലെങ്കിൽ പത്തനാപുരം പോലീസ് സ്റ്റേഷൻ ഇല്ലേ, പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ ഈ സ്ത്രീക്കെതിരെ ഈ പയ്യൻ മരിച്ചതിനെ സംബന്ധിച്ച് ഒരു കേസുണ്ട്. മനസ്സിലായില്ലേ? അത് മാത്രമല്ല, ഇവരാണ് ഇതിന്റെ പിന്നിലെന്ന് അറിഞ്ഞപ്പോ ആ നാട്ടിലുള്ളവര്, ഇവര് താമസിച്ചോണ്ടിരുന്ന ആ നാട്ടിലുള്ളവർ ഇവർക്കെതിരെ ഒരു ഫ്ലെക്സ് വെച്ചു, ഇവിടെ ഇവിടുന്ന് തുരത്തുക എന്നും പറഞ്ഞു. മനസ്സിലായോ? ഈ പയ്യന്റെ അച്ഛനും അമ്മയാണ് കൊണ്ട് കേസ് കൊടുത്തത് ഇവർക്കെതിരെ. അന്ന് ജാമ്യമില്ലാ വകുപ്പിന് വാറന്റ് ഒക്കെ അതാണ് ഈ സ്ത്രീയുടെ പേർക്ക്. പിന്നെ ഇവർക്ക് കുറച്ച് സ്വാധീനമൊക്കെ ഉള്ളത് കൊണ്ട് അതങ്ങനെ അങ്ങ് പോയി. ആത്മഹത്യ പ്രേരണ കുറ്റം വലിയ